നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്നത് ആഭാസ സമരമെന്നും നാമജപം നടത്തിയവർ തെറിജപക്കാർ എന്നും ആക്ഷേപിച്ച് തോമസ് ഐസക്കിൻ്റെ 2018 ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്. ഐസക്കിൻ്റെ ആ പോസ്റ്റിങ്ങിനെയാണ് സുപ്രീം കോടതിക്കും ഭരണഘടനയ്ക്കുമെതിരെ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന ആഭാസ സമരത്തിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രിമാരെത്തുന്നത് പ്രതിഷേധാർഹമാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കരുത് എന്ന നിലപാടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രിമാർ ചെയ്യേണ്ടത്. അതിനു പകരം കേരളത്തിൽ ക്രമസമാധാന ലംഘനത്തിന് ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ ശ്രമിക്കുക, അവരെ ജാതിയും മതവും പറഞ്ഞ് പരസ്യമായി അധിക്ഷേപിക്കുക തുടങ്ങി കേരളത്തിലെ BJP നേതാക്കൾ നടത്തുന്ന തരംതാണ ഭീഷണിക്ക് കൂട്ടുനിൽക്കേണ്ടവരല്ല കേന്ദ്രമന്ത്രിമാർ. കുറച്ചുകൂടി ചുമതലാബോധവും ഉത്തരവാദിത്വവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് നാമജപ സമരത്തിന് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ് നേതൃത്വം നൽകിയത്. ഇത് ആപൽകരമായ സന്ദേശമാണ് നൽകുന്നത്. ക്രമസമാധാനം ലംഘിക്കാൻ കേന്ദ്രമന്ത്രി നേതൃത്വം നൽകിയത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇതുപോലെ ഇനിയും കേന്ദ്രമന്ത്രിമാർ വരുമെന്നാണ് കേൾക്കുന്നത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന കാര്യം കേന്ദ്രമന്ത്രിമാർ ഓർക്കണം. സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് മന്ത്രിമാരെ നിരുത്സാഹപ്പെടുത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണം. കൃത്യനിർവഹണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനും തങ്ങളുടെ വരുതിക്ക് നിർത്താനും തരംതാണ പ്രവർത്തികളാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ സത്യസന്ധമായി ചുമതല നിർവഹിക്കുന്നതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തുള്ളതിനേക്കാൾ സത്യസന്ധമായും പക്ഷപാതരഹിതമായും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ സംവിധാനമാണ് കേരളത്തിലേത്. അതിൻ്റെ മനോവീര്യം തകർക്കാൻ തെറിജപക്കാരെ അനുവദിക്കാനാവില്ല. ഇങ്ങനെയാണ് തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.